ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് ഹാർഡ് കോർ ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ, യെസ്. ഓക്കെ, നമ്മൾ പുതിയ ഷെയ്ഡർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഗായ്സ്, നമ്മൾ പി സിയിലാണ് കളിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ബട്ട് ഇത് പി സി അല്ല, മൊബൈൽ തന്നെയാണ് കളിക്കുന്നത്. നമ്മൾ കൺട്രോൾ ഹൈഡിൻ്റെ മോഡ് കയറ്റിയിട്ടുണ്ട്. ആൻഡ് പിന്നെ ആക്ഷൻ ആൻഡ് സ്റ്റഫ് നമ്മൾ ഒഴിവാക്കിയാണ്. അതൊരു എനിക്ക് അങ്ങ് അധികമൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഓക്കെ, ചെറിയ കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കുറച്ച് ഷെയ്ഡറൊക്കെ കിട്ടില്ലായിരുന്നു. പുതിയ ഷെയ്ഡറാണ്, പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ ഷെയ്ഡറിനുണ്ടാവും. ഓക്കെ, നമ്മളൊരു സ്പ്രൂസ് പായാണ് സ്പോൺ. നമുക്കൊരു മരം വെട്ടിയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ചെറുതായിട്ട് മരം മുറിക്കാം ഗൈസ്. ഓക്കെ, നേകരൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് ഓക്കെ ഗൈസ്. ഓക്കെ, ആൻഡ് ഈ മരം മുറിക്കാം. നമ്മൾ ഈ സീരീസ് നമ്മൾ ഫുൾ ബിൽഡും കാര്യങ്ങളും കിട്ടണം ബിൽഡ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എന്താ വെച്ചാൽ കാണാൻ രസമുള്ള ബിൽഡ് മൊത്തം വേണം. ഫുൾ എന്ത് ബിൽഡ് ചെയ്യുകയാണെങ്കിലും കിട്ടലായിട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാൻ പോകാം ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടർ ഹൗസ് കിട്ടില്ല ഹൗസ് നമ്മൾ ഉണ്ടാകും. ഓക്കെ, നമ്മൾ മരത്തിൻ്റെ സാപ്ലിങ് ഒന്ന് കിട്ടിയാൽ ഗൈസ്. ഓക്കെ, ഒന്ന് കിട്ടിയാൽ മതി. അതിൻ്റെ ഒറ്റ കിട്ടിയാൽ മുകളിൽ ഒരു മരം കുഴിച്ചിടാം ഗൈസ്. ഓക്കെ, ആൻഡ് ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത സഭ്യമായിട്ട് ഗൈസ്. റോഡ് ടു 500 ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അതിന് നമുക്ക് ഒരു നല്ലൊരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു ബയോമിൽ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. ഒരു ഫ്ലാറ്റായിട്ട് സ്ഥലം അവിടെ നമുക്ക് നിറച്ച് ബിൽഡുണ്ട്. ഒരു ഫ്ലാറ്റായിട്ട് സ്ഥലം അല്ല, ഒരു പ്ലെയിൻസ് കണ്ടുപിടിക്കണം. അതുവരെ നമുക്ക് ഒന്ന് ട്രാവൽ ചെയ്യാം. ഓക്കെ, നമുക്ക് എവിടെ പോയി നോക്കാം. ഓക്കെ ഗൈസ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അടിയിൽ എന്താണ് ഗൈസ്? ഓക്കെ, അയൺ. ഓക്കെ ഗൈസ്. ഓക്കെ, അയൺ ഉണ്ട്. നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഒന്ന് അയണൊക്കെ മുറിച്ച് നേരെ നമ്മളെ ബേസ് ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, ആൻഡ് ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ ഒരു പ്ലെയിൻസ് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ ദൂരം നടന്നു, ഒരു 1000 സംതിങ് ബ്ലോക്കായിട്ട് നടന്നു. ഒരു വില്ലേജ് കിട്ടുമെന്നാണ് വിചാരിച്ചത് ഗൈസ്. ഓക്കെ, എൻ്റെ അടുത്തെവിടെയും വില്ലേജ് ഉണ്ടാവും എന്നാണ് വിചാരിച്ച്. ബട്ട് ഇവിടെ ഒന്നും വില്ലേജ് ഇല്ല. ആൻഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടൊരു വീടുണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് വലിയ സ്ഥലമാണ് ഗൈസ്. ഓക്കെ, ഓക്കെ, ലൈക്ക് ചെയ്യാം. ഓക്കെ, സഭ്യ ഗൈസ്. ഓക്കെ, നമുക്കൊന്നും ഇങ്ങോട്ട് നടന്നു നോക്കുകയാണെങ്കിൽ വില്ലേജ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ ഗൈസ്, ഇവിടെ വില്ലേജ് അല്ല, വേറെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ പേസ് ഉണ്ടാക്കാൻ പോകുന്ന ഗൈസ്. സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അയണ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വയ്ക്കൽ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് കിട്ടിയാണ് ഗൈസ്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഓക്ക് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഒരു ചെസ്റ്റ് സെറ്റാക്കിയിട്ട് അതിൽ നിറച്ച് വെക്കണം. അതിൻ്റെ നമുക്കൊരു കിട്ടില്ല ബേസ് ഉണ്ടാക്കണം. പിന്നെ റീപ്ലൈ മോഡൊന്നും ഇതിലധികം സെറ്റാക്കാൻ പറ്റില്ല. അന്നേരം അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടില്ല ഗൈസ്. ഓക്കെ, റീപ്ലൈ മോഡ് സെറ്റാക്കിയാൽ അത് അലമ്പാണ് ഗൈസ്. ഓക്കെ, ഇതിലിട്ട് പെർമനൻ്റ് ആയിട്ടൊരു റീപ്ലൈ മോഡ് ഉണ്ടാകുന്ന വരെ നമുക്ക് റീപ്ലൈ മോഡ് ഇടാൻ പറ്റില്ല ബെഡ്റോക്കിൻ്റെ അകത്ത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കിയിട്ട് കാണാം. നമ്മൾ സ്പ്രൂസ് വുഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, 1 സെക്കൻഡ്, ചെറിയ പണികളുണ്ട്. ഇവിടെ നിന്ന് ചെറുതായിട്ട് ഫ്ലാറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, ചെറുതായിട്ട് ഫ്ലാറ്റ് ആക്കണം. പിന്നെ വെള്ളം പാർന്നിട്ട് നമ്മൾ ഇവിടെയുള്ള വീട്ടും കാര്യങ്ങളൊക്കെ പോക്കാണ്. ആൻഡ് വീട്ടും കാര്യങ്ങളൊക്കെ പോയി ഫുള്ളായിട്ട് ഫ്ലാറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെയാണ് ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നു, ഫ്ലാറ്റ് ആക്കുന്നു. ഓക്കെ, കുറേ വീട്ടും കിട്ടും. അങ്ങനെ കുറച്ചൊന്നും ഇവിടെ ക്ലീൻ ആക്കണം ഗൈസ്. ഓക്കെ,
ആൻഡ് കുറച്ച് സാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണം. ആൻഡ് ഓക്കെ, കുറച്ച് മറ്റേ ഷുഗർ കെയിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ കുറച്ച് ബ്ലോക്കൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും എൻ്റെ ഒരു ഹൗസ് ബിൽഡ് ചെയ്തിട്ട് ഓക്കെ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തൊക്കെ ചെയ്തെന്നൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ഫ്ലാറ്റ് ആക്കണം. ഓക്കെ, അവിടെ ചെറുതായിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓക്കെ, ഇനി വീടുണ്ടാക്കിയിട്ടാണ് ഗൈസ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളുടെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നു ഗായ്സ്. യെസ്, നമ്മളെ ഹൗസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. യെസ്, നിങ്ങൾ കണ്ടേ ഇതാ ഗൈസ്, കണ്ടോളൂ. യെസ്, ഇതാണ് നമ്മളുടെ യെസ് സ്റ്റാർട്ടർ ഹൗസ്. യെസ് ഗൈസ്, ഓക്കെ, ഒരു കിട്ടിലും വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇത്രയും കെട്ടിലായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഓലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ഡിഫറെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി വലിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് മരം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്. 2 ദിവസത്തേയും കുത്തിരിഞ്ഞ് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. സമയം കിട്ടുന്നില്ല, കുറച്ച് നേരം കിട്ടുള്ളൂ. സമയം കൊണ്ട് നമ്മൾ കുറേ മൈൻ ചെയ്തു, കുറേ ഒക്കെ ഉണ്ടാക്കി, കുറേ സ്പ്രൂസൊക്കെ വെട്ടി. ആൻഡ് കുറേ പണിയുണ്ട്, കുറേ പണിയുണ്ട്. ആൻഡ് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇൻറ്റീരിയറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഗൈസ്. ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സ്റ്റോറേജ് ഏരിയ വെക്കണം. സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇപ്പം വെക്കാം ഗൈസ്. ഓക്കെ, ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ആൻഡ് കുറച്ച് ലെതറൊക്കെ ഇട്ടിരുന്നു. ആൻഡ് നമുക്ക് കുറച്ച് ഫർണസൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ചെസ്റ്റൊക്കെ ഉണ്ടാക്കണം. കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ആ 8 ഉണ്ടാക്കണം ഗൈസ്. 8 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഈ 8 നമുക്ക് വെക്കാം. ആൻഡ് കുറച്ച് ഇവിടെ ഡബിൾ ചെസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഓൾവേസ് ഞാൻ വെക്കുന്നത്. ഇവിടെ വലിയൊരു സ്റ്റോറേജ് റൂമാണ്. ആൻഡ് ഓക്കെ, മുകളിലാണ് നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ആൻഡ് കുറച്ചുകൂടി വുഡ് വേണം. അതിന് നമുക്ക് ഇവിടെയാണ് കുറച്ച് വുഡുണ്ട്. അതവിടെ ഒരു സ്പൂസ് മരം കുഴിച്ചിട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഓപ്പൺ റൂം. ഓക്കെ, ആൻഡ് ഇത് നല്ലൊരു സ്ഥലമാണ്. ഓക്കെ, ആൻഡ് ഗൈസ്, ആ മരം മുറിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെയുള്ള മരം മൊത്തം മുറിച്ചിട്ടുണ്ട്. ആൻഡ് 1.5 സ്റ്റേക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. 1.5 സ്റ്റേക്കല്ല, ഒരു സ്റ്റേക്കും 18. ഓക്കെ, ആൻഡ് ഇതിനോട് കുറേ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇത് മൊത്തം ജസ്റ്റ് ഒന്നാക്കണ്ട. ആൻഡ് നമുക്ക് ആവശ്യത്തിന് ജസ്റ്റ് 9 കിട്ടിയുള്ളൂ. ആൻഡ് കുറച്ചുകൂടി ഉണ്ടാക്കണം. ക്രാഫ്റ്റ് ടേബിൾ പൊട്ടിച്ചാടുന്നുണ്ട്. എത്ര വേണം നോക്കണം. ഓക്കെ, നിങ്ങളിവിടെ വന്നിട്ട് ആൻഡ് കിട്ടിയ ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കണം. ആൻഡ് ക്രാഫ്റ്റ് ടേബിൾ നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഓക്കെ, ആൻഡ് കിട്ടിയ ചെസ്റ്റ് വെക്കാം. നിരത്തി വെക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ നിറച്ച് ചെസ്റ്റ് വെക്കണം. ആൻഡ് ഇതിനൊക്കെ എന്തെന്നാ ഐഡിയ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് കുറേ സൈൻ ബോർഡൊക്കെ ലെതർ ഇട്ടിട്ടുണ്ട്. അതിനോട് സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഐറ്റംസ് വെക്കണം. ഓക്കെ, 10 ഇതുണ്ട്, ലെതറുണ്ട്. അതിനോട് ഉണ്ടാകണം 10. ഓക്കെ, ആൻഡ് ജമ്പ് ചെയ്യുക ഇവിടെ വെക്കുക. ആൻഡ് ഇവിടെ വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം വെക്കണം. ഓക്കെ, ഇത് തയ്യൂല ഗൈസ്. ഓക്കെ, ടോർച്ച് പൊട്ടിച്ചേർത്ത് ഗൈസ്. ഓക്കെ, ഷെയ്ഡർ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഷെയ്ഡർ മറ്റേതിൻ്റെ അത്ര പോരാന്നാണോ അല്ലെങ്കിൽ കിടിലാണോ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ആൻഡ് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ആൻഡ് ചെസ്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക ഗൈസ്. ഓക്കെ,
ഇത് പൊട്ടിക്കുക ആൻഡ് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് 2 ഗൈസ്, ഒരു 2 ബാക്കി. ഓക്കെ, 2 ഓക്കെ, ജസ്റ്റ് 2 ഓക്കെ ഓക്കെ. റൂട്ട് 500 ആണ് ഗൈസ്, 500. ആൻഡ് റൂട്ട് 500 എന്ന് പറഞ്ഞാൽ 488 ഗൈസ്. ഓക്കെ, ആൻഡ് കുറച്ച് സബ് കൂടി മതി. 88 എന്ന് പറഞ്ഞാൽ ഒരു 12 കൂടി മതി ഗൈസ്. 12 സബും കൂടി 500 ആവും. അത് ആയാൽ ഓക്കെ. ആൻഡ് ഇത് മൊത്തം വെച്ചിട്ടുണ്ട്. ആൻഡ് ഐറ്റം ഫ്രെയിം വെക്കാം. അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം വെക്കാം ഗൈസ്. ഓക്കെ, ആൻഡ് നമുക്ക് ഔട്ട്രോ വീഡിയോ എടുക്കാൻ പോകാം ഗൈസ്. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ബേസും ഈ വീഡിയോവും കഴിഞ്ഞിട്ട് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ആൻഡ് ലൈക്ക് ചെയ്യുക ഗൈസ്, സബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്ന ഷെയിൽ. ഓക്കെ, ടാറ്റാ ബൈ.